വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിനെ പഴിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിച്ചിരുന്നു. ഇതിന് നൽകിയ മറുപടിയിലാണ് അമിത്ഷാ സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥതയാണ് സഹായം വൈകാൻ കാരണമായതെന്ന് ആരോപിച്ചത്. ദുരന്തത്തിൽ കേരളത്തിന്റെ വിശദ നിവേദനം ഏറെ വൈകിയാണ് ലഭിച്ചതെന്നാണ് അമിത്ഷാ പറയുന്നത്. വിശദ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം വലിയ കാലതാമസം വരുത്തി. നവംബർ 13-നാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും വിവരങ്ങൾ നൽകാൻ 3.5 മാസം വൈകി. ദുരന്തമുണ്ടായ സമയത്ത് കേന്ദ്രം എല്ലാ സഹായങ്ങളും നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുമായി നിരന്തരം സംസാരിക്കുകയും ആവശ്യമായ സേനകൾ നൽകുകയും ചെയ്തുവെന്ന് അമിത്ഷാ പ്രിയങ്കയ്ക്ക് നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്. കേരളത്തിന് ഉചിതമായ സഹായം തന്നെ നൽകുമെന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നത്. ദുരന്തവുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ നിവേദനം നിലവിൽ സെക്രട്ടറിമാരുടെ സമിതി പരിശോധിക്കുകയാണെന്നും ഷാ അറിയിച്ചു. കേന്ദ്ര സഹായം വൈകുന്നതിൽ സംസ്ഥാനം ബിജെപി നേതൃത്വം നൽകുന്ന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് തുടരുന്നതിനിടെയാണ് അമിത്ഷാ തന്നെ വിഷയത്തിൽ നേരിട്ട് പ്രതികരണം അറിയിച്ചത്. എന്നാൽ അമിത്ഷായുടെ മറുപടി എക്സ് പോസ്റ്റിൽ പങ്കുവച്ച പ്രിയങ്ക ഗാന്ധി ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് മറുപടിയായി പറഞ്ഞത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇരകളെ പിന്തുണയ്ക്കാൻ മാനവികതയ്ക്കും അനുകമ്പയ്ക്കുമാണ് മുൻഗണന നൽകേണ്ടതെന്നും പ്രിയങ്ക എക്സ് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടി. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് പ്രിയങ്ക ആവശ്യപ്പെട്ടത്. അതേസമയം വയനാട് ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം പ്രിയങ്കയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ഇരകളുടെ പുനരധിവാസം ഉറപ്പാക്കുക എന്നതാണ്. വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും 2 തട്ടിലാണെന്ന കാര്യം വ്യക്തമാണ്. വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിരുന്നു. ഇതോടെ കടുത്ത വിമർശനമാണ് സംസ്ഥാനം ഉന്നയിച്ചത്. കേരളത്തിന് ദുരന്ത നിവാരണ ഫണ്ട് നേരത്തെ കൈമാറിയതാണെന്നും ഇതിൽ നിന്നും പുനരധിവാസം ഉൾപ്പെടെ ഉറപ്പാക്കണമെന്നുമാണ് കേന്ദ്രത്തിന്റെ നിലപാട്. എന്നാൽ സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് പുനരധിവാസം സാധ്യമല്ലെന്നാണ് സർക്കാർ നിലപാട്. നിലവിൽ വയനാട് ദുരന്തത്തിൽ വീടും ഭൂമിയും നഷ്ടമായവർ കടുത്ത ആശങ്കയിലാണ്. കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ കൈമലർത്തുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ദുരന്തത്തിൽ സർവ്വവും നഷ്ടമായ പലരും സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം കേരളത്തിൽ നിന്നുള്ള എംപിമാരോടൊപ്പമായിരുന്നു പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ദുരന്തബാധിതർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും വീടുമടക്കമുള്ളവ അടിയന്തരമായി നിർമ്മിച്ചു നൽകണമെന്ന് പ്രിയങ്ക ചൂണ്ടിക്കാട്ടിയിരുന്നു. ദുരിതാശ്വാസം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ ധനസഹായം അനുവദിക്കണമെന്നും പ്രിയങ്ക ആവശ്യപ്പെടുകയുണ്ടായി. ഇത്തരം സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യാതിരിക്കുന്നത് രാജ്യത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്നും പ്രധാനമന്ത്രി വന്നതിനാൽ തങ്ങൾക്ക് ധനസഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത് എന്നും പ്രിയങ്ക പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ദുരന്തം നടന്ന് 4 മാസം പിന്നിട്ടിട്ടും ഇതുവരെ ഇരകൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ചിട്ടില്ല എന്നും പ്രിയങ്ക എടുത്തു പറഞ്ഞു. ഇക്കഴിഞ്ഞ ജൂലൈ 30-നായിരുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ ഉരുൾപൊട്ടൽ വയനാട്ടിൽ സംഭവിച്ചത്. ഉരുൾപൊട്ടലിൽ പുഞ്ചിരിമറ്റം, ചൂരൽമല, മുണ്ടക്കൈ എന്നീ 3 ഗ്രാമങ്ങളും വയനാട്ടിലെ അട്ടമലയുടെ ഭാഗങ്ങളും പൂർണ്ണമായും തകർന്നു. സർക്കാരിന്റെ കണക്കനുസരിച്ച് 231 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. 47 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. പല മൃതദേഹങ്ങളും കിലോമീറ്ററുകൾക്കപ്പുറം ചാലിയാർ പുഴയിൽ നിന്നായിരുന്നു ലഭിച്ചത്. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം.